നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളും നാലാമത്തെ മൊഡ്യൂൾ ഞാനായിട്ട് എടുക്കുക. അപ്പം തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആ മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ് ആയ കാരണം നിങ്ങളെ സജഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തു പോകുന്നത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം സജസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കുന്നത് എന്താണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓർമ്മയിൽ വരാം? അപ്പോൾ നമുക്കറിയാം ക്വാളിറ്റി എന്താണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റ് പോകണമെങ്കിൽ നമ്മൾ പറയും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതിന്. അപ്പോൾ ഈ ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ, ഈ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അവർക്കത് മാർക്കറ്റിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ മാനേജ്മെൻറ്റ് തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കുറേ സ്റ്റെപ്പുകൾ, ഇപ്പോൾ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടി അവരൊരു മാനേജ്മെൻറ്റ് സർട്ടൻ സ്റ്റെപ്പുകൾ സ്വീകരിക്കും. അപ്പോൾ അതാണ് ക്വാളിറ്റി കൺട്രോൾ. അങ്ങനെ അവർ സ്വീകരിക്കുന്ന കുറച്ച് നടപടികളെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് എത്താം. അപ്പോൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും എന്താണ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. നമുക്കൊരു സിംഗിൾ ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്കറിയാം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗം നടക്കുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച ഉപയോഗം നടക്കുന്നുണ്ടോ എന്ന് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ത് കാര്യത്തിനാണോ ഉണ്ടാക്കിയത് അതേ ഉപയോഗം തന്നെ നടക്കുന്നുണ്ടോ, ആ ഒരു രീതിയിലും ക്വാളിറ്റീനെ നമ്മൾ കൺസിഡർ ചെയ്യാം. അതും കുറഞ്ഞ ചെലവിൽ, അതായത് ഏറ്റവും മിനിമം ചെലവിൽ ഒരു കസ്റ്റമറിന് അവന് താങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവന് ന്യായമായി തോന്നുന്ന ഒരു വിലയിൽ അതിന് കൃത്യമായ ഉപയോഗം നടക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക കറക്റ്റ് ഒരു ടോളറൻസ് കുറവ് അങ്ങനെയൊന്നുമല്ല. നമുക്ക് കാര്യം നല്ല രീതിയിൽ നടക്കണം. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അത് ആ ഒരു ഉപയോഗിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താവിന് അത് മോഡറേറ്റ് അല്ലെങ്കിൽ ന്യായമായ, അവന് കറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ന്യായമായ വിലയിൽ കിട്ടുന്നതും കൂടിയാണ് ക്വാളിറ്റി എന്ന് നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം മീനിങ്സ് ഓഫ് ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റിയുടെ വെറൈറ്റി മീനിങ്സ്, കുറച്ച് മീനിങ്ങുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫിറ്റ്നസ് ഫോർ പർപ്പസ്, അതിലാദ്യത്തെയാണ് ഫിറ്റ്നസ് ഫോർ പർപ്പസ്. ആദ്യത്തെ ഒരു മീനിങ് ഫിറ്റ്നസ് ഫോർ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിറ്റ് ആയിരിക്കണം. പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ അത് ഉപയോഗം, ആ ഉപയോഗത്തിന് അത് കാര്യക്ഷമമായിട്ടിരിക്കുക. അതാണ് ഫിറ്റ്നസ് ഓഫ് പർപ്പസ്. അതും ഒരു ക്വാളിറ്റിയുടെ മീനിങ് ആണ്. ഇനി രണ്ടാമത് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മാർക്കോ അല്ലെങ്കിൽ നമ്മളൊരു സർട്ടൻ സെറ്റ്, അതായത് ഇത്ര കാര്യങ്ങൾ. ഇപ്പോൾ പെർഫോമൻസ്, അതായത് ലൈഫ് അതായത് നമുക്ക് എത്ര നാൾ കിട്ടുന്നു, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ്, ആ മെഷീൻ്റെ പെർഫോമൻസ്. പിന്നെ അതിനെ എത്ര റിലയബിൾ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ അതിൻ്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്റ്റും, ക്വാളിറ്റിക്ക് വേണ്ട ഓരോ ക്യാരക്ടറിസ്റ്റിക്റ്റും അവർ ആ ഗ്രേഡിലേക്ക്, അതിനൊരു മാർക്കിലേക്ക് എത്തുന്നുണ്ട്. നമ്മളൊരു സർട്ടൈൻ മാർക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എ ഗ്രേഡ്, ബി ഗ്രേഡ്, ആ ഒരു ഗ്രേഡിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ പറയാം, ക്വാളിറ്റി എന്ന് പറയാം. ഇനി മൂന്നാമത്തെയാണ് ഡിഗ്രി ഓഫ് പെർഫോമൻസ്.
ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു എക്സ്റ്റെൻറ്റ്, പെർഫോമൻസിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ്, അതേപോലെ അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ഏത് ഡിഗ്രി, അതായത് എത്ര എക്സ്റ്റെൻറ്റിലാണ് അവിടുത്തെ പെർഫോമൻസ് നടക്കുന്നത്, ആ മെഷീൻ്റെ പെർഫോമൻസ്, അതായത് എത്ര നന്നായി അത് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അതിന് ഏതറ്റം വരെ അതുവരെ പോകുന്നുണ്ട് ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയം ആണോ, ലോ ആണോ, ഗുഡ് ആണോ, വെരി ഗുഡ് ആണോ, അങ്ങനെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാൻ പറ്റില്ലോ. അപ്പോൾ അതിൽ ഏതിറ്റം വരെ, ആ എക്സ്റ്റെൻറ്റ് വരെ പോകുന്നുണ്ട്, അതാണ് പെർഫോമൻസ്. ഇനി അതേപോലെ തന്നെയാണ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം, അതും എത്ര. ഇനി ഡിഗ്രി ഓഫ് കൺഫോർമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫിഗറിൽ വരച്ചു, നമ്മളെല്ലാവർക്കും അറിയാം, ഒരു ഫിഗറിൽ വരച്ചു, ആ ഫിഗറിൽ നിന്ന് മെഷീനാക്കിയിട്ടാണ് നമ്മൾ മറ്റൊരു പ്ലാൻ ഉണ്ടായിരിക്കും, ആ പ്ലാനിൽ നിന്നായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ഉണ്ടായിരിക്കും, നമ്മൾ മെക്കാനിക്കലി എല്ലാത്തിനും ഡ്രോയിങ് ഉണ്ടായിരിക്കും, ആ ഡ്രോയിങ്ങിൽ നിന്നാണ് നമ്മൾ വേറൊന്നിലേക്ക് മാറുക. ആ ഡ്രോയിങ്ങിലെ അതേ സ്പെസിഫിക്കേഷനും ഡയമെൻഷനും വെച്ച് കറക്റ്റ് ഒരു ടോളറൻസ് എന്താ പറയുക, മിനിമലായിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് ഡ്രോയിങ്ങുമായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥേനെയാണ് എന്ത് പറയുക നമ്മൾ ഡിഗ്രി ഓഫ് കൺഫോർമൻസ്. അതായത് ആ ഡ്രോയിങ്ങിലുള്ള അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് മെഷീനായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോഴും ഉണ്ടാവുക, അതാണ് ഡിഗ്രി ഓഫ് കൺഫോർമൻസ്. ഇപ്പുറത്തും സെയിം. ഇനി അപ്പം ഇതാണ് പല പല മീനിങ്ങുകൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിക്ക് ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്? അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാം, ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 4 തന്നിട്ടുള്ളത്: ക്വാളിറ്റി ഓഫ് ഡിസൈൻ, ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ്, അവൈലബിലിറ്റി, കസ്റ്റമർ സർവീസ്. ഈ 4 പോയിന്റാണ് നമുക്ക് ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും വിശദമായിട്ട് നോക്കാം. എന്താണ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ? ഇപ്പം നമുക്കറിയാം, ക്വാളിറ്റി ഒരു ഡിസൈൻ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെറുതെ അങ്ങ് ഡിസൈൻ ചെയ്യല്ല ചെയ്യുക, നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്ത് ടൈപ്പ് ഡിസൈൻ ആയിരിക്കും കസ്റ്റമറിന് വേണ്ടത്? അങ്ങനെ ഒരു ടൈപ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് വാങ്ങാൻ മുതലാവുമോ, അല്ലെങ്കിൽ കസ്റ്റമർ അത്രയും പൈസ കൊടുത്ത് വാങ്ങുമോ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ ആ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്കുള്ള ഡിസൈൻ വേണ്ടത്. അങ്ങനെ പല പല കാര്യങ്ങൾ, കസ്റ്റമർ അവൻ പൈസക്കാരനാണോ പാവപ്പെട്ടവനാണോ, അത് നമ്മൾ പറയും നമ്മുടെ കസ്റ്റമർ ഏത് കാറ്റഗറിയിൽ പെടുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലേക്ക് പോകേണ്ടതാണ്, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കുറേ പഠിച്ചതിന് ശേഷം, അതായത് മാർക്കറ്റ് സർവേയിങ് എന്ന് പറയും, നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് തന്നെ അവരുടെ ഓപ്ഷൻ എടുത്ത് സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ ഇറക്കുന്നത്. ആ ഡിസൈൻ, അപ്പം അങ്ങനെ ഇറക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഇത്രയും കസ്റ്റമറിൻ്റെ നീഡുകൾ ഒക്കെ നോക്കി എല്ലാം പഠിച്ച് കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും നമ്മൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്പെസിഫിക്കേഷനുകളോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുന്നതാണ് ആ ഡിസൈൻ. അതായത് എന്താ പറയുക, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷീൻ ഉണ്ടാക്കുകയാണ്, അതായത് ഡ്രോയിങ്ങിൽ നിന്ന് ഒരു മെഷീൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, പക്ഷേ ആ ഡ്രോയിങ് ആയിട്ട് ഒരെണ്ണത്തിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ±0.001 ആണ്. ഒരെണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ±0.01 ആണ്. അപ്പോൾ ഇതിലേതാണ് കുറവ്? ടോളറൻസ് ഏറ്റവും കുറവ് നമുക്ക് സംഖ്യ കണ്ടാൽ തന്നെ അറിയാം, ±00, അതായത് 2 0 വരുന്നുണ്ട്, 0.1 ആണ്. അപ്പോൾ ഇതിലേതാണ് ക്വാളിറ്റി കൂടുതൽ ഉണ്ടാവുക? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ടോളറൻസ് കുറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവുക. അതാണ് ഈ ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് വിചാരിക്കുന്നത്. അതായത് കസ്റ്റമറിന് ഒരു 1500 മീറ്ററിൻ്റെ എന്താ പറയുക, കസ്റ്റമർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമുക്ക് അവിടെ വേണ്ടത്.
ഒരു 1500 RPM ഓടുന്നതാണ് കസ്റ്റമറിന് വേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മുടെ കയ്യിൽ 2000-ൻ്റെ ഉള്ളൂ. അപ്പോൾ ആ കസ്റ്റമറെ സംബന്ധിച്ച് അതൊരു ക്വാളിറ്റി ഡിസൈൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ അറിഞ്ഞും ചെയ്യണതിനെയാണ് എന്ത് പറയുക, ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറയുക. അതിൻ്റെ ഫാക്ടേഴ്സാണ് ഇപ്പോൾ പറയാം, നമ്മൾ പറഞ്ഞില്ലേ ഈ ക്വാളിറ്റി ഓഫ് ഈ ഫാക്ടേഴ്സ്, ക്വാളിറ്റി ഓഫ് ഡിസൈനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഇൻ ദ മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ, എങ്ങനെയാണ് അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ, ഏത് മിഡിൽ ക്ലാസ് ആണോ, അപ്പർ ക്ലാസ് ആണോ, ഹയർ ക്ലാസ് ആണോ, ലൈറ്റ് ക്ലാസ് ആണോ, അവർ സാമ്പത്തികം അങ്ങനെ കസ്റ്റമറിൻ്റെ രീതി, അവർക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ, അവർ വില കൊടുത്ത് വാങ്ങുമോ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഈ ക്വാളിറ്റി ഓഫ് ഡിസൈനിനെ കൺട്രോൾ ചെയ്യും. ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൺസിഡറേഷൻ. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രൊഡക്റ്റും നമ്മൾ ഇറക്കേണ്ടത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാഭം എന്നുള്ളതും ആ ഒരു ക്വാളിറ്റിയിൽ വരും. ലാഭം എന്നുള്ള ആ ഒരു പോയിന്റ് കടന്നു വന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ചെറിയൊരു റിഡക്ഷൻ വരുത്തേണ്ടി വരും. ഇപ്പം 100% ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോഴുള്ള ചിലവാവില്ല, 95% ക്വാളിറ്റിയിൽ. അപ്പം അതും ഒരു ഫാക്ടറാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ദി പ്രൊഡക്റ്റ്. ടോളറൻസ് മസ്റ്റ് ഹാവ് ക്ലോസ് ടു ഗീവ് സ്ട്രെങ്ത്, ലോങ് ലൈഫ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ്. അതായത് നമ്മളെന്താ പറയുക, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാൻ, അല്ലെങ്കിൽ കുറച്ചു കാലം ലോങ് ലൈഫ് കിട്ടാനായിട്ട്, പിന്നെ എന്താ പറയുക, കുറച്ച് റിലയബിൾ ആവാൻ, പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈനിൽ കുറേ കൺസിഡറേഷൻസ് വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ സ്പെഷ്യൽ റിക്വയർമെൻറ്റുകൾ വരുത്തേണ്ടി വരും. അതും എന്ത് പറയാൻ പറ്റും, ഒരു കൺട്രോളിങ് ഫാക്ടറാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഹയർ ക്വാളിറ്റി. ഹയർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ക്വാളിറ്റി ഡിസൈൻ മീൻസ് ഹയർ കോസ്റ്റ്. ക്വൈറ്റ് ഓഫൻ ഇറ്റ് ഓൾസോ മീൻസ് ഹയർ വാല്യൂസ്. അതായത് നമ്മൾ പറയില്ലേ, എങ്ങനെ നല്ലൊരു ഡിസൈൻ ചീപ്പർ ആയിട്ട്, അതായത് ക്വാളിറ്റി കൂട്ടി ഹയർ ആയിട്ട് ചീപ്പായിട്ട് അവർക്ക് ലഭിക്കാം എന്നുള്ള രീതിയിൽ ക്വാളിറ്റി ഹയർ ആയിരിക്കണം, ഹയർ സാധനങ്ങളൊക്കെ വെച്ച്. പക്ഷെ ഹയർ കോസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഹയർ ക്വാളിറ്റി എന്ന് പറയുക. നമുക്കറിയാം കുറച്ച് കൂടുതൽ ഹയർ കോസ്റ്റുള്ള മെറ്റീരിയൽസ്, ഇത്തിരി കൊണ്ട് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇത്തിരി കോസ്റ്റ് കൂടിയ മെറ്റീരിയൽസാണ്. ആ മെറ്റീരിയൽസിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റി, ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി കൊണ്ട് ആ ഉണ്ടാക്കപ്പെടുന്ന മെഷീനും ഒരു എക്സ്ട്രാ മീൻസ് എന്താ പറയുക, ഒരു വാല്യൂ വരാണ്. അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആ നമ്മൾ അസംബിൾ ചെയ്ത് വരുമ്പോഴും ഒരു ക്വാളിറ്റി വരാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ എന്താ, ഒരു ഹയർ ക്വാളിറ്റി. അപ്പോൾ ഹയർ ക്വാളിറ്റി എന്നുള്ളതും എന്താ, ഒരു ഫാക്ടറാണ് എന്ത്, ഡിസൈനിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ക്വാളിറ്റീനെ കൺട്രോൾ ചെയ്യണ ഫാക്ടറാണ് എന്ത്, ഒരു ഹയർ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ, അപ്പോൾ ക്വാളിറ്റി ഓഫ് ഡിസൈൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ്. ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് 2 ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കുന്നു. ഒരു എക്സാമ്പിൾ പോലെ തന്നെ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ 2 ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കുന്നു. ഒരേ ഡിസൈൻ, അല്ലെങ്കിൽ ഒരേ പേപ്പറിൽ ഒരേ ഡിസൈൻ തന്നിട്ടുണ്ട്. ആ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത്. ഒന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന 100% അതേപോലെ എങ്ങനെയാണോ ഡ്രോയിങ്ങിൽ തന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻ, അതിൻ്റെ പക്ക, അതായത് പക്ക കോപ്പി എന്ന് പറയില്ല, 100% അതിലെ സ്പെസിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ 96%, 4% അവിടെ ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസം, അതായത് സ്പെസിഫിക്കേഷനിൽ ചിലയിടത്ത് വലുപ്പം കുറഞ്ഞു, ചിലപ്പോൾ വലുപ്പം കൂടി. ഇങ്ങനെ 2 മെഷീനുകൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഇതിൽ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് കൂടുതൽ ആർക്കായിരിക്കും? ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രസക്തം. അങ്ങനെ മനസ്സിലാക്കുക. അതായത് ഡ്രോയിങ്ങിലുള്ളത് എന്താണോ അത് കറക്റ്റ്, ആ ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി അല്ല, അതിൽ നിന്ന് ഡീവിയേഷൻ വന്നു
കുറച്ച് കാര്യങ്ങൾ അളവുകളിലൊക്കെ സ്പെസിഫിക്കേഷനിലും അളവുകളിലൊക്കെ മാറ്റം വന്നു എന്നാൽ കാണുമ്പോൾ സെയിം ഒരു ഡിസൈനിങ് ഒക്കെ കാണുമ്പോൾ ഒരേപോലെ തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലെ അളവുകളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? അതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് എന്താ? വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ക്വാളിറ്റി ഓഫ് കൺഫോർമൻസിനെ അതിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻകമ്മിങ് റോ മെറ്റീരിയൽസ്, അതായത് അകത്തേക്ക് വരുന്ന റോ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസാണ് റോ മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ ഇൻകമ്മിങ് അതിനെ ബാധിക്കും. പിന്നെ അതിന് ഗുഡ് ക്വാളിറ്റിയും കൂടി വേണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ ടൂൾസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കെപ്റ്റ് ഹൈ ലെവൽസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനുകൾ, ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അതിനൊക്കെ ഒരു സർട്ടൈൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൽ റീഡിങ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡയമെൻഷൻ മാറും. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനിൽ എറർ വന്നു കഴിഞ്ഞാൽ അതിലും ഫുൾ ഡയമെൻഷൻസും മാറും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ, ടൂള്, അതിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ അതുപോലെ നമ്മുടെ മെറ്റീരിയൽ, ഗുഡ് മെറ്റീരിയൽ, ഇതും ഒരു ഫാക്ടറാണ്. എന്തിന്? ക്വാളിറ്റി ഓഫ് കൺഫോർമൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ കെയർ ഷുഡ് ബി ടേക്കൻ ഡ്യൂറിങ് സ്റ്റോറേജ്, പാക്കിംഗ് ആൻഡ് ഫോർവേഡ്. അതായത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതും കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ അതിൻ്റെ ഡയമെൻഷനുകൾ മാറാൻ നമ്മുടെ ഹാൻഡ്ലിങ്, നമ്മളെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുക, ഡംപ് ചെയ്യുക, അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കുക. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നതാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇനി ഇവിടുന്ന് സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ അത് തമ്മിൽ പുറത്തേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാം. ഈ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഡിസൈൻ കോസ്റ്റ് മോർ ബട്ട് ഹയർ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസ് കോസ്റ്റ്ലി ലെസ് ബൈ റിഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഡെഫക്റ്റ്. അതായത് നമുക്ക് ഇപ്പോൾ പറഞ്ഞു നമ്മൾ കൺഫോർമൻസ് കോസ്റ്റ് വരും, ഇതിന് ഹയർ ക്വാളിറ്റിയിൽ പിന്നെ നമുക്ക് കോസ്റ്റ് കൂടും, സ്വാഭാവികം. പക്ഷേ എന്താണ് ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ്, അതായത് ഈ കറക്റ്റ് ക്വാളിറ്റി ഓഫ് കൺഫോർമൻസിനനുസരിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേസ്റ്റ് അല്ലെങ്കിൽ ഡിഫക്റ്റഡ് പ്രൊഡക്റ്റുകൾ ഇല്ല. ഇപ്പം നമ്മളെല്ലാം 100% കറക്റ്റായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് എന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ഡാമേജ്ഡ് ഒരു പ്രൊഡക്റ്റ് ഡാമേജ്ഡാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് 10%, അതായത് 100% നമുക്ക് പുറത്ത് വിൽക്കാൻ പറ്റും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നുപോലും വേസ്റ്റ് ആവില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ്. ഓക്കെ, മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ആത്ത മെഷീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൺഫോർമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ചിലപ്പോൾ ഡാമേജ്ഡ് പീസുകളൊക്കെ വരാം. അപ്പോൾ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കും പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളും ഇത്ര വലിയ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ വരുന്ന ആ വേസ്റ്റേജ് ഒഴിവ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും എന്തായിട്ട് നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് കൺഫോർമൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ഫാക്ടറിനെ നോക്കുകയാണ്. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി. മൂന്നാമത്തെ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? അവൈലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കേൾക്കുന്നൊരു മീനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആവുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ലഭ്യമാവുക എന്നാണ്. പക്ഷെ അവൈലബിലിറ്റി എന്നുള്ളത് മോർ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിലയബിലിറ്റി, മെയിൻ്റെനബിലിറ്റി, ലെങ്ത് ഓഫ് ലൈഫ്. അതായത് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നാൾ ആ പ്രൊഡക്റ്റിനെ ആശ്രയിക്കാം, എത്ര നാൾ അത് മെയിൻ്റെനൻസ് ഇല്ലാതെ എത്ര നാൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും ആശ്രയിക്കും. ഇപ്പോൾ പെട്ടെന്ന് റിപ്പയർ വന്നു, വീണ്ടും നമ്മൾ എടുക്കുന്നു, അങ്ങനെ നമ്മളൊരു കൊല്ലത്തിൽ 10 റിപ്പയറിങ് അല്ലെങ്കിൽ 10 സർവീസിങ് നടത്തിയിട്ട് ഉപയോഗിക്കുന്നതും 1 കൊല്ലം ഒറ്റ സർവീസ് ഇല്ലാണ്ടും ഉപയോഗിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സർവീസോ മെയിൻ്റെനൻസോ ഇല്ലാണ്ട് നമ്മൾ എത്ര നാൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് സർവീസ് വെച്ച് വളരെ കുറച്ച് മെയിൻ്റെനൻസ് വെച്ചിട്ട് എത്ര നാൾ ഉപയോഗിക്കുന്നു, അതിനെയാണ് എന്ത് പറയുക? റിലയബിലിറ്റി എന്ന് പറയാം. മെയിൻ്റെനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. മെയിൻ്റെനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റേണൽ സബ് അസംബ്ലിയിലേക്ക് എത്തണം.
ഈ സബ് അസംബ്ലി അഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രൂ ഉള്ളിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്രൂ ഓർ നട്ട്സ് ഫ്രം ഇൻസൈഡ്. അതായത് ഈ സബ് അസംബ്ലി കിട്ടണമെങ്കിൽ, എക്സ്റ്റേണൽ സബ് അസംബ്ലി കിട്ടണമെങ്കിൽ ഈ ഇവിടെ കാണുന്ന പുറത്ത് കാണുന്ന സബ് അസംബ്ലിനെ അഴിച്ച് നമ്മൾ അകത്തേക്ക് കയറിയാൽ മാത്രമാണ് ഇവിടെ നട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ രണ്ട് നട്ട് അയക്കാൻ വേണ്ടി ഈ കവർ അയക്കണം, ഈ സൈഡിൽ കവർ അയക്കണം. കവർ അയച്ചതിന് ശേഷം സ്ക്രൂ അയക്കുമ്പോഴാണ് നമുക്ക് എക്സ്റ്റേണൽ സബ്. അപ്പം നമ്മൾ എത്ര പാടെടുത്തു. അതായത് നമുക്ക് പുറത്തൊന്ന് ഒരു സ്ക്രൂ വെക്കുകയോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ എന്തെങ്കിലും വേറൊരു ചെറിയൊരു മാറ്റം വരുത്തി പണി എളുപ്പമാക്കണം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എളുപ്പമാക്കേണ്ടതിന് പകരം ഇവിടെ എന്താ ഈ ഒരു കവർ അഴിച്ച് അകത്ത് നട്ട് അയക്കുമ്പോഴാണ് ഈ പുറത്തത്തെ എക്സ്റ്റേണൽ സബ് അസംബ്ലി നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്താ പറയുക, അങ്ങനെയല്ല വേണ്ടത്. മെയിൻ്റെനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെയിൻ്റെനൻസ് നടത്താൻ പറ്റണം. അപ്പോൾ അതാണ് മെയിൻ്റെനബിലിറ്റി. ഇപ്പോൾ ലെങ്ത് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കാലം മുന്നോട്ട് പോകുന്നു. അതായത് ഒരു മെഷീൻ 20 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ, ഇപ്പോൾ 10 വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഇപ്പോൾ 20 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ, 10 വർഷം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ 5 വർഷമേ ലഭിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെഷീൻ കാര്യമില്ല, ക്വാളിറ്റി ഇല്ല. 10 വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം കിട്ടണം. അപ്പോഴാണ് നമുക്ക് ആ മെഷീൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എന്താ പറയുക അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ സെയിൽസിൽ നമുക്ക് എന്തൊക്കെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അതായത് ഗ്യാരണ്ടി, റീപ്ലേസ്മെൻറ്റ്, വാറണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്തൊക്കെ സർവീസ്, പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് പുറത്തൊന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് സർവീസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ. അപ്പോൾ ആഫ്റ്റർ സെയിൽസിന് നമ്മൾ എന്തൊക്കെ സർവീസ് കൊടുക്കും, കസ്റ്റമറെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് എന്ത് പറയുന്നത് കസ്റ്റമർ സർവീസസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇത്ര നേരം പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ 4 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതിലേക്ക് വരുമ്പോൾ, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് നിയന്ത്രിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിയന്ത്രിക്കുക? അതായത് ഒരു കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റമാണ്. എന്തിന്? മെഷർ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ, ഇൻസ്പെക്ട് ചെയ്യാൻ. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ മെഷർ ചെയ്ത് അത് കറക്റ്റ് അളവ് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പോകുന്നത്, അത് ഉണ്ടാക്കുമ്പോഴും അത് പുറത്തു പോകുമ്പോഴും അങ്ങനെ സർട്ടൈൻ കണ്ടീഷൻസ് വെച്ച് ഒരു സിസ്റ്റം പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കൺട്രോൾ എന്ന് പറയുക. ഓക്കെ, ഈ ഇൻസ്പെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. കൺട്രോളിൽ നിന്ന് ഇൻസ്പെക്ഷന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ, പക്ഷെ കൺട്രോളിൽ നിന്ന് മാറ്റം വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇൻസ്പെക്ഷനെ മാറ്റുന്നത് എന്നുള്ളത്. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോയി നോക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. തെറ്റുകളുണ്ട്, ഇതാണ് ഡിഫക്റ്റഡ് പ്രൊഡക്റ്റ്, ഇതാണ് നല്ല പ്രൊഡക്റ്റ്, ആ ഡിഫക്റ്റഡ് പ്രൊഡക്റ്റ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ എന്ത് ചെയ്യാം എന്നുള്ളത് ഇൻസ്പെക്ഷൻ ഇല്ല. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്നു, നോക്കുന്നു, കാണുന്നു, മാറ്റുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിങ്ങനെ ആവാണ്ടിരിക്കാൻ എന്തൊക്കെ അതായത് നമ്മൾ കുറേ പ്രോസസ്സുകൾ ചെയ്തു വന്നതിന് ശേഷം ഒരു ഡിഫക്റ്റ് കാണാം. അപ്പോൾ ആ മുന്നേ ചെയ്ത പ്രോസസ്സുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇവിടെ നിന്ന് ഇനിയൊരു മാറ്റം വരാണ്ടിരിക്കാൻ, ഇതിൻ്റെ ഒരു എന്താ പറയുക ഡിസൈനിലോ ഒന്നിലോ ഒരു ഡാമേജ് വരാണ്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ സർട്ടൈൻ മെയിൻ്റെനൻസ്, ചെക്കിങ്, മെഷറിങ്, ഇൻസ്പെക്ഷൻ എല്ലാം കൂടി ചേർന്നതാണ് എന്താ പറയുക ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അതാണ് നേരത്തെ പറഞ്ഞ ഇറ്റ് ഈസ് എ സിസ്റ്റം ഫോർ മെഷറിങ്, ചെക്കിങ് ആൻഡ് ഇൻസ്പെക്ടിങ് ഓഫ് ഐറ്റം ബിഫോർ ഓർ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ. അതായത് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് പറയുക കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ അതാണ് കൺട്രോൾ. ഇനി ക്വാളിറ്റി കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം തന്നെ. ഇപ്പോൾ നമുക്കറിയാം
ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും. അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അവിടെ പണിയെടുക്കുന്ന വർക്കേഴ്സ്, അവിടെ ഉപയോഗിക്കുന്ന മെഷീന്, പിന്നെ അവിടെ എന്ത് കണ്ടീഷനിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, ആ ഒരു കണ്ടീഷൻ, അവിടുത്തെ ഉണ്ടാക്കുന്ന ആ സാഹചര്യം കൂടി അതിനെ ഭയങ്കരമായിട്ട് ഈ ക്വാളിറ്റി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇത്രയധികം കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവിടെ ഉപയോഗിക്കുന്ന മെഷീനുകൾ, അവിടെ എന്ത് കണ്ടീഷൻ, അതായത് എന്താണോ അവിടുത്തെ അവസ്ഥ, ഏത് സാഹചര്യത്തിലാണോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കറിയാം ക്വാളിറ്റി എന്നുള്ളത്. ഈ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഇതിനൊക്കെ, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കൺട്രോൾ വയ്ക്കുമ്പോൾ ഈ മെറ്റീരിയലിനായാലും വർക്ക് ചെയ്യുന്നവർക്കായിട്ടും മെഷീനുകൾക്കായാലും എല്ലാത്തിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് സർട്ടൈൻ കണ്ടീഷൻസ് പറഞ്ഞ് അതിനെ ബേസ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. അതായത് ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് പറഞ്ഞ് അതിനെ ആ ഒരു അറ്റൈൻ ചെയ്ത് അതിൻ്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് എന്താണോ സ്റ്റാൻഡേർഡ് പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുക, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. ഇപ്പം നമുക്കറിയാം ഒരു വർക്കർ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്കർ, ആ വർക്കർ എക്സ്പീരിയൻസ്ഡ് വർക്കറാണെങ്കിൽ വിചാരിക്കുക, അതേപോലെ തന്നെ ഒരു സെമി സ്കിൽഡ് വർക്കറും അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ആരുടെ വർക്ക് അല്ലെങ്കിൽ ആരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഷീൻ്റെ പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് നല്ലത് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഡാമേജ് കുറയുക, നല്ലത് നല്ല ഡാമേജുകളോ ഡിഫക്റ്റുകളോ കുറയുക സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരുടെ ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വർക്കേഴ്സിന് സർട്ടൈൻ എക്സ്പീരിയൻസിൻ്റെ കണ്ടീഷൻ വയ്ക്കുക, അല്ലെങ്കിൽ മെറ്റീരിയലിന് സർട്ടൈൻ ഇത്ര ക്വാളിറ്റിയുടെ കണ്ടീഷൻസ് വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ക്വാളിറ്റി കൺട്രോൾ. അതായത് കുറേ കണ്ടീഷൻസ് സിസ്റ്റംസ് ഒക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആൾക്കാർ, മെഷീൻസ്, മെറ്റീരിയൽസ്, അതുപോലെ അവിടുത്തെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ മീൻസ് അവിടുത്തെ കണ്ടീഷൻ, അവിടുത്തെ അവസ്ഥ എല്ലാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മീൻസ് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്. എയിംസ് ഓർ ഒബ്ജക്റ്റീവ്. എന്താണ് ഈ എയിം? ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് എന്താണ് ഒരു എയിം ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ പറ്റുക? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ കമ്പനീസ് ഇൻകം ബൈ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് മോർ ആക്സെപ്റ്റബിൾ ടു ദ കൺസ്യൂമേഴ്സ് ബൈ പ്രൊവൈഡിങ് ലോങ് ലൈഫ്, മോർ യൂസ്ഫുൾനെസ് ആൻഡ് മെയിൻ്റെനബിലിറ്റി എക്സെട്ര. അതായത് നമുക്ക് ഇൻകം, ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് കൂടും. അവരുടെ ആക്സെപ്റ്റബിൾ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ കമ്പനിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എയിം. എങ്ങനെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇറക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂട്ടി എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അതൊരു എയിം ക്വാളിറ്റി കൺട്രോളിൻ്റെ. രണ്ടാമത് എന്ന് പറയുന്നത് എന്താ, ഒന്നാമത് കഴിഞ്ഞു. ഇനി രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ത്രൂ റിഡക്ഷൻ ഓഫ് ലോസസ് ഡ്യൂ ടു ഡിഫക്ട്സ്. അതായത് ഡിഫക്റ്റുകൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് ഉണ്ട്, അതൊരു നഷ്ടം ആയെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തിനാണ് ക്വാളിറ്റി കൺട്രോൾ വരുന്നത്. അതായത് സ്ക്രാപ്പുകൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്നുള്ള റിട്ടേൺസ് കുറയ്ക്കാൻ. സ്ക്രാപ്പായിട്ട് വേസ്റ്റ് ആയി കസ്റ്റമർ പറയുന്നത് ഇത് ഡാമേജ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും വേസ്റ്റ് ആയി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വേസ്റ്റേജുകൾ സ്ക്രാപ്പ് ആവാണ്ട്, സ്ക്രാപ്പ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പാഴ്വസ്തു ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനും അത് അങ്ങനെ ആയി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒക്കെ എയിം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്വാണ്ടിറ്റി മിനിമം പ്രൈസിൽ, എങ്ങനെയാണോ ആർക്കാണോ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അത് ഏറ്റവും മിനിമം പ്രൈസിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു എയിം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ ടു എൻഷുവർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് വിത്ത് പ്രൊഡക്ട്സ് ഓർ സർവീസ് ഓഫ് ഹൈ ക്വാളിറ്റി ലെവൽ ടു ബിൽഡ് കസ്റ്റമേഴ്സ് ഗുഡ് വിൽ, കോൺഫിഡൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് മാനുഫാക്ചേഴ്സ്. അതായത് നമുക്കൊരു
കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ പ്രൊഡക്റ്റ് കൊണ്ടും അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസുകളും. പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സർവീസിലും എന്താ പറയുക, ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ കസ്റ്റമറിൻ്റെ ഗുഡ് വിൽ, അവർക്ക് നമുക്ക് നമ്മളെ വിശ്വസിക്കുക, നമ്മൾ എന്താണോ അത് ഓക്കെ ആണെന്ന് അവർ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഓക്കെ ആണ് എന്ന് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ്, അവർ സാക്ഷ്യം വയ്ക്കുന്ന പോലുള്ള ഒരു ഗുഡ് വിൽ, അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ക്വാളിറ്റി കൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവന്നാൽ കിട്ടാവുന്നതാണ്. അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഇൻസ്പെക്ഷൻ പ്രോം ടു എൻഷുവർ ക്വാളിറ്റി കൺട്രോൾ. അതായത് ഇൻസ്പെക്ഷനും, അതായത് അതിനെ നിരീക്ഷിച്ച് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതും കൂടി എന്താണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ചധികം ഉണ്ട് തിയറി. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞത് വിശദമായിട്ട് മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക, ബന്ധപ്പെടുക, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.